പലപ്പോഴും നമ്മുടെ മുഖത്തിന് ഒരു ഫ്രഷ് ലുക്ക് ഉണ്ടാവത്തില്ല. ഒരു ഡൾനെസ്, ഒരു ഡ്രൈനെസ് അതൊക്കെ മാറ്റിയെടുക്കാനും സ്കിൻ നന്നായിട്ട് ഗ്ലോ ആകാനും ഒക്കെ സഹായിക്കുന്നത് നമുക്ക് വെയിലത്ത് പോയിട്ട് നല്ല രീതിയിൽ സൺ ടാൻ അടിച്ചിട്ടുണ്ട്, സ്കിന്നൊന്ന് ഡള്ളായിരിക്കുകയാണ്, ഡെഡ് സെൽസ് ഒക്കെ അക്യുമുലേറ്റ് ആയി നന്നായിട്ട് ഡ്രൈ ആയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ ക്യൂർ ചെയ്യാനും പാല്, തൈര് ഇതൊക്കെ പ്രശ്നമുണ്ടെങ്കിൽ അതൊക്കെ അവോയ്ഡ് ചെയ്തിട്ട് സൂപ്പർ വർക്കിംഗ് ആയിട്ടുള്ള ഒരു ഹോം റെമഡിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കണ്ടു നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഒപ്പം ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും തന്നെ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. സോ ലൈക്ക് ചെയ്യാനും മറന്നു പോകണ്ട. എന്നെ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഹായ് ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ഫാമിലി. അപ്പോൾ ഇന്ന് നമുക്ക് സിമ്പിൾ ആൻഡ് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഹോം റെമഡി കണ്ടാലോ. എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് സ്കിന്നിന് നല്ല റെജുവിനേഷനും റിപ്പയർ ചെയ്ത് ഡള്ളായിട്ടുള്ള സ്കിന്നെ റിപ്പയർ ചെയ്ത് നല്ല ഒരു ഗ്ലോ തരാനും ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതിന് ഫസ്റ്റായിട്ട് നമുക്ക് വേണ്ടത് തക്കാളിയുടെ പ്യൂരിയാണ്. ഇത് ഒരു തക്കാളി ഞാൻ മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അരച്ചെടുത്തതാണ്. കുഞ്ഞു ജാറിലിട്ടാൽ മതി, നന്നായിട്ട് അരഞ്ഞു കിട്ടും. ഇച്ചിരി വലിപ്പമുള്ള തക്കാളി ആകുമ്പോൾ പെട്ടെന്ന് അരഞ്ഞു കിട്ടും കേട്ടോ. നല്ല ജ്യൂസി ആയിട്ടുള്ള തക്കാളിയായിരുന്നു. അതിങ്ങനെ അരച്ചെടുക്കുക. ഇത് നമുക്ക് കുറേ ദിവസം വച്ചിരുന്ന് യൂസ് ആക്കാനായിട്ടുണ്ട്. നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ വെച്ചിട്ട് നമ്മളത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്താൽ മതി. ഫ്രീസറിലൊന്നും വെക്കേണ്ട, ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ മതി. ഒരു 1 വീക്ക് ഒരാഴ്ചയൊക്കെ നമുക്ക് സുഖമായിട്ട് യൂസ് ആക്കാനായിട്ട് പറ്റും. അടുത്തതായിട്ട് നമ്മളൊരു ബൗൾ എടുക്കുക. അതിൽ ഈ ഒരു ടൊമാറ്റോയുടെ പ്യൂരി ഉണ്ടല്ലോ, തക്കാളിയുടെ പ്യൂരി, അതിന്ന് ഒരു 1-2 സ്പൂൺ ചേർത്ത് കൊടുക്കുക. ഞാൻ നേരത്തെ അപ്ലൈ ചെയ്തത് നിങ്ങൾ കണ്ടില്ലേ, അതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കാനാണ്. അപ്പോൾ 1-2 സ്പൂണൊക്കെ ആകുമ്പോൾ നമുക്ക് മുഖത്തും കഴുത്തിലും ഒക്കെ അപ്ലൈ ചെയ്യാനായിട്ട് ആവശ്യത്തിനുള്ളത് ഉണ്ടാവും. സോ 2 സ്പൂൺ ഞാനത് ചേർത്ത് കൊടുത്തു. ഇനി അടുത്തതായിട്ട് ഇത് നമ്മൾക്ക് എങ്ങനെയാണ് വർക്ക് ആവുന്നതെന്ന് വെച്ചാൽ സൺ ടാൻ മാറ്റാനായിട്ട് ഹെൽപ്പ് ചെയ്യും. സ്കിന്നിനെ റിപ്പയർ ചെയ്യാനും റെജുവിനേറ്റ് ചെയ്യാനും മോയ്സ്ചറൈസ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നന്നായിട്ട് ഡെഡ് സെൽസ് റിമൂവ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. ഇനി അടുത്തതായിട്ട് വേണ്ടത് തേനാണ്. തേൻ ഞാനിവിടെ ഈ ഒരു തേനാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം. ഞാൻ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റിൻ്റെ ലിങ്ക് ടാഗ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും. ഒരുപാട് ഐറ്റംസ് ഒന്നും നമ്മൾ യൂസ് ആക്കുന്നില്ല. പാലൊക്കെ പറ്റാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഈ ഒരു പാക്ക് യൂസ് ആക്കാനായിട്ട് പറ്റും. ഓയിലി സ്കിന്നുള്ളവർക്കും മുഖക്കുരു ഒരുപാട് വരുന്നവർക്കും പാൽ അങ്ങോട്ട് സെറ്റ് ആവത്തില്ല, തൈരും സെറ്റ് ആവത്തില്ല. പക്ഷേ തൈര് നന്നായിട്ട് നമ്മുടെ സൺ ടാൻ റിമൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഐറ്റം അല്ലേ. അപ്പോൾ നമുക്കത് അങ്ങനെ അവോയ്ഡ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് അതിന് നല്ലൊരു ഓൾട്ടർനേറ്റീവ് സൊല്യൂഷനാണ് തക്കാളിയുടെ പ്യൂരി. ഇത് തക്കാളിയുടെ ജ്യൂസ് ആക്കി നമുക്ക് യൂസ് ആക്കാം, ഇതുപോലെ പ്യൂരി ആക്കിയും എടുക്കാം. തക്കാളി ഇന്നിങ്ങനെ സ്ക്യൂസ് ചെയ്ത് അതിൻ്റെ ജ്യൂസ് മാത്രം എടുത്താലും മതി. പ്യൂരി ആക്കി വെച്ചാൽ നമുക്കതൊന്നും വേസ്റ്റ് ആവത്തില്ല. മറ്റേതാകുമ്പോൾ നമുക്ക് കുറച്ച് വേസ്റ്റേജ് ഒക്കെ വരും. സോ ഇതിങ്ങനെ വെച്ചാൽ വേസ്റ്റേജ് ഒന്നും ഉണ്ടാവത്തില്ല. ഒരു 1 വീക്കൊക്കെ യൂസ് ആക്കാനായിട്ട് പറ്റും. ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് യൂസ് ആക്കാനായിട്ട് തോന്നുന്ന സമയത്ത്, സമയമുള്ള സമയത്തൊക്കെ ഈ ഒരു സംഭവം ഇതുപോലെ മിക്സാക്കി ഉപയോഗിക്കാവുന്നതാണ്. നല്ല മാറ്റം ഉണ്ടാവും സ്കിന്നിൽ. വെറും 2 ഇൻഗ്രീഡിയൻസ് മാത്രമല്ലേ ഉള്ളൂ. ഇത് മാജിക് ഒന്നും ചെയ്യില്ല എന്ന് കരുതരുത്. ഒരു 1 വീക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ പറയുന്ന രീതിക്ക് യൂസ് ആക്കി നോക്കൂ. നല്ല രീതിയിൽ വ്യത്യാസം ഉണ്ടാവും. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ചെയ്യാനായിട്ട് ഇൻഗ്രീഡിയൻസും സമയവും ഉണ്ടെങ്കിൽ യു ഗൈസ് ആർ ലക്കി. അത്രയും സൂപ്പർബായിട്ട് നമ്മുടെ സ്കിന്നിലൊരു ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരാൻ സാധിക്കുന്ന ഒരു ഫേസ് പാക്കാണ്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫേസിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. മുഖം നല്ല രീതിയിൽ ക്ലീൻ ചെയ്യുക. അതായത് മേക്കപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ തുടച്ച് മാറ്റുക. അതിനുശേഷം മുഖം സാധാരണ സോപ്പോ ഫേസ് വാഷോ എന്താണോ നിങ്ങൾ യൂസ് ആക്കുന്നത് അത് വെച്ചൊന്ന് കഴുകുക. അതിനുശേഷം വേണം ഈ ഒരു പാക്ക് മുഖത്തോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ. ഇത് വളരെ ജെൻറ്റിലായിട്ട് ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. ഇതിൽ നമ്മൾ മാവ് പോലത്തെ സംഭവങ്ങളൊന്നും ചേർക്കാത്തത് കൊണ്ട് ഇതിങ്ങനെ തിക്കായിട്ട് ഒട്ടിപ്പിടിച്ചിരിക്കില്ല. പക്ഷെ ഇതിങ്ങനെ തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്പോഴാണ് ആ തക്കാളിയുടെ ശരിക്കുള്ള ജ്യൂസി ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ നമ്മുടെ സ്കിന്നിനെ നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യാനും നറിഷ് ചെയ്യാനും ഒക്കെ സഹായിക്കുന്നത്. അപ്പോൾ ഇതുപോലെ അങ്ങ് എടുത്ത് വെച്ച് കൊടുത്താൽ മതി. കുറച്ച് സമയം കുറച്ച് മെസ്സിയൊക്കെ ആയിരിക്കും, പക്ഷെ ഒരു 15 മിനിറ്റ് മാത്രം വെച്ചിരുന്നാൽ മതി. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമുക്കിത് മിക്സ് ചെയ്തിട്ട് അല്ലെങ്കിൽ പ്യൂരി മാത്രം ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ അങ്ങനെ സ്റ്റോർ ചെയ്യാം. എന്നിട്ട് ജസ്റ്റ് എടുത്ത് അപ്ലൈ ചെയ്താൽ മതി. നല്ല തണുപ്പായിരിക്കും. ആ ഒരു കാര്യം മാത്രം നോക്കുക. അല്ലെങ്കിൽ ഒരു 10-20 മിനിറ്റ് മുന്നേ എടുത്ത് ഫ്രിഡ്ജിൽ നിന്ന് പുറത്ത് വെച്ചതിന് ശേഷം ഈ ഒരു പാക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. എടുക്കുന്നത് മാത്രം കുറച്ച് കൈ തൊടാണ്ട് സ്പൂൺ കൊണ്ട് വേണം നമ്മൾ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുന്നുണ്ടെങ്കിൽ എടുത്ത് മാറ്റി വെക്കാൻ. അല്ലാണ്ട് കൈ തൊട്ടിട്ട് അങ്ങനെ ചെയ്യുന്നത് അത്ര ഹൈജീനിക് അല്ല. അതുകൊണ്ട് അങ്ങനെ ചെയ്യേണ്ട. പെട്ടെന്ന് കേട് വരാനും സാധ്യതയുണ്ട്. സോ ജസ്റ്റ് ഒരു 1-2 സ്പൂൺ എടുക്കുക. ഇത് മിക്സ് ചെയ്തിട്ടും നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാം. തേനുമായിട്ട് മിക്സ് ചെയ്തും വെക്കാം. അല്ല ടൊമാറ്റോയുടെ പ്യൂരി മാത്രമായിട്ട് വെക്കുന്നെങ്കിൽ അങ്ങനെ ആവാം കേട്ടോ. എങ്ങനെയാണോ നിങ്ങൾക്ക് സൗകര്യമുള്ളത് അതുപോലെ മിക്സ് ചെയ്ത് വെച്ചാൽ മതി. എന്നിട്ട്
ഇപ്പോൾ എല്ലാ ദിവസവും യൂസ് ആക്കാനായിട്ട് പറ്റുന്നവരാണെങ്കിൽ എല്ലാ ദിവസവും യൂസ് ആക്കുക, പറ്റാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്നത് എപ്പോഴൊക്കെയാണോ അപ്പോഴൊക്കെ യൂസ് ആക്കി കൊടുക്കുക. ആഴ്ചയിൽ ഒരു 3-4 ദിവസമെങ്കിലും കുറഞ്ഞത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. നല്ല രീതിയിൽ മാറ്റം ഉണ്ടാവും. ഇപ്പോൾ നിങ്ങൾക്കൊരു ഫംഗ്ഷനൊക്കെ വരികയാണ്, അല്ലെങ്കിൽ സ്കിൻ ഓൾറെഡി നല്ല രീതിയിൽ ഡാമേജ് ആയിരിക്കുകയാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഒരു 7 days ചെയ്ത് നോക്കുക. നല്ല മാറ്റം ഉണ്ടാവും. പിന്നെ നിങ്ങൾക്ക് അങ്ങനെ എല്ലാ ദിവസവും ചെയ്യാനായിട്ട് താല്പര്യമില്ലെങ്കിൽ ഒന്നിടവിട്ടോ ഒക്കെ ചെയ്ത് നോക്കിയാൽ മതി. നല്ല വ്യത്യാസം അറിയാനായിട്ട് പറ്റും. സൺ ടാനൊക്കെ പെട്ടെന്ന് പോകും കേട്ടോ. പക്ഷേ ഇത് യൂസ് ചെയ്തിട്ട് പിറ്റേ ദിവസം രാവിലെ നമ്മൾ പുറത്ത് പോകുന്ന സമയത്ത് നല്ല ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്തിട്ട് വേണം പോകാനായിട്ട്. അല്ലാണ്ട് ഡയറക്റ്റ്ലി അങ്ങ് ഇറങ്ങി പോകരുത്. SPF 50 ഉള്ള നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു സൺസ്ക്രീൻ യൂസ് ആക്കുക. എന്നിട്ട് സാധാരണ നിങ്ങൾ ഏത് സ്കിൻ കെയർ ആണോ ചെയ്യുന്നത് അതിനോടൊപ്പം അപ്ലൈ ചെയ്തിട്ട് പോയാൽ മതി. മേക്കപ്പ് ഒക്കെ പകൽ യൂസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. രാത്രി വന്നിട്ട് നിങ്ങളത് ക്ലീൻ ചെയ്തതിന് ശേഷം വേണം ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട്. നിങ്ങൾ ഒരു 7 days ഒക്കെ കണ്ടിന്യൂസ് യൂസ് ആക്കി കഴിയുമ്പോൾ നല്ല മാറ്റം ഉണ്ടാവും. അതുപോലെ തന്നെ നിങ്ങൾക്കിത് നിർത്താനും തോന്നില്ല. കാര്യം എന്താ വെച്ചാൽ നമുക്ക് അത്രയും റിസൾട്ട് തരുന്ന സാധനം നമുക്ക് അത്രയും വിശ്വാസം വരുമല്ലോ. അപ്പോഴേക്കും നമുക്ക് പിന്നെ അത് കണ്ടിന്യൂസ് യൂസ് ആക്കാനേ തോന്നുള്ളൂ. നല്ല രീതിയിൽ വ്യത്യാസം അറിയാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾക്ക് സൺ ടാൻ അടിച്ചിട്ട് നല്ല രീതിയിൽ മുഖത്ത് പിഗ്മെൻറ്റേഷനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറാനായിട്ട് സഹായിക്കും കേട്ടോ. നല്ല ഡീപ്പായിട്ടുള്ള വേറെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടുണ്ടാകുന്ന പിഗ്മെൻറ്റേഷൻ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. വെയിലേറ്റിട്ടുള്ള കരിവാളിപ്പ്, ഡെഡ് സെൽസ്, അല്ലെങ്കിൽ പൊടി പടലങ്ങൾ പറ്റി പിടിച്ചിട്ട് ഒരു ഡൾനെസ് നമ്മുടെ ഫേസിൽ തോന്നിക്കും. അതൊക്കെ മാറ്റി നല്ല ഫ്രഷ് ലുക്ക് തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പാക്ക് മെയിൻലി നമ്മൾ യൂസ് ആക്കുന്നത്. സോ ഈ ഒരു രീതിക്ക് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ആക്കുക. ഇനി നിങ്ങൾക്ക് എല്ലാ ദിവസവും ഒന്നും പറ്റുന്നില്ല, ആഴ്ചയിൽ ഒരു 7 ദിവസമൊക്കെ നിങ്ങൾ ആദ്യത്തെ ആഴ്ച ഉപയോഗിച്ചു, പിന്നെ അങ്ങോട്ട് എപ്പോഴും യൂസ് ആക്കേണ്ടതെന്നാണെങ്കിൽ അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളപ്പോൾ യൂസ് ആക്കിയാൽ മതി. ഒരു നിർബന്ധമൊന്നുമില്ല. പക്ഷെ നമുക്ക് എന്താണോ റിസൾട്ട് വേണ്ടത്, എത്ര പെട്ടെന്നാണോ വേണ്ടത്, അതിനനുസരിച്ച് യൂസ് ആക്കുക. അതിനുശേഷം ഇത് റിമൂവ് ചെയ്യാനായിട്ട് നിങ്ങൾ ഇങ്ങനെ പോയിട്ട് മുഖം കഴുകണ്ട. പുറത്താണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. നമ്മുടെ സിങ്കിലാണെങ്കിൽ നമ്മളിത് റിമൂവ് ചെയ്യുക. ഇത് കുറച്ച് കട്ടിയായിരിക്കും, അപ്പോൾ നമുക്കത് ക്ലോഗ് ആവാനും നമ്മുടെ സിങ്ക് അടയാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് സിങ്ക് അല്ല, വാഷ് ബേസിൻ അതാണ് കേട്ടോ. അപ്പോൾ അതിൽ നിങ്ങൾ കഴുകണ്ട. ഇതിങ്ങനെ എടുത്ത് കളഞ്ഞതിന് ശേഷം ബാക്കിയുള്ളത് വെള്ളം വെച്ച് സിങ്കിലൊക്കെ കഴുകാം, വാഷ് ബേസിനിൽ കഴുകാം. ബാക്കി അല്ല, പുറത്ത് നിന്നിട്ടാണ്, മുറ്റത്ത് നിന്നിട്ടാണ് കഴുകുന്നതെങ്കിൽ ഡയറക്റ്റ് തന്നെ കഴിക്കോളൂ, ഒരു പ്രശ്നമില്ല. സാധാരണ വെള്ളത്തിൽ കഴുകിയാൽ മതി. ഇത് അപ്ലൈ ചെയ്ത് ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ മുഖത്ത് നല്ല ഒരു തണുപ്പും റെജുവിനേഷനും ഒക്കെ ആയിട്ടുണ്ടാവും. നിങ്ങളിത് അപ്ലൈ ചെയ്ത് കുറച്ച് ദിവസം കഴിയുമ്പോൾ നിങ്ങൾ ഡെയിലി പുറത്തൊക്കെ പോകുന്നവരാണെങ്കിൽ നിങ്ങൾ സ്ഥിരം കാണുന്നവർ തീർച്ചയായിട്ടും ചോദിക്കും നിങ്ങൾ മുഖത്ത് എന്താണ് ചെയ്തതെന്ന്. നമ്മളിതൊക്കെ അപ്ലൈ ചെയ്ത് തുടങ്ങുന്ന സമയത്ത് കൂടെ ഉള്ളവരൊക്കെ, നമ്മുടെ വീട്ടിലുള്ളവരൊക്കെ പറയും ഇതൊക്കെ എന്തിനാ ചെയ്യുന്നത്, ഇതില്ലെങ്കിൽ നീ ഭയങ്കര സുന്ദരിയാണല്ലോ എന്നൊക്കെ പറയും. നമ്മൾ നോക്കുക, നമ്മുടെ സ്കിന്ന് ഓൾറെഡി ഡാമേജ് ആയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് മാത്രമേ അറിയാൻ പറ്റുള്ളൂ. നമുക്ക് കുറച്ചും കൂടെ ബെറ്റർ ആവണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. നല്ല രീതിയിൽ മാറ്റം ഉണ്ടാവും. ഇത് നമ്മൾ എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമല്ല, ഇതുപോലത്തെ ഹോം റെമഡീസ് തന്നെ നല്ല രീതിയിൽ നമുക്ക് റിസൾട്ട് തരുന്നതാണ്. പക്ഷെ നമ്മുടെ കൂടെ ഉള്ളവർ ചിലപ്പോൾ നമ്മളെ കളിയാക്കും. ഇന്നും നമുക്ക് ഇങ്ങനെ ഫേസ് പാക്ക് ഒക്കെ യൂസ് ചെയ്യാന്ന് വെച്ചാൽ അത് ആൾക്കാർ കളിയാക്കുന്ന ഒരു സാധനം തന്നെയാണ്. സോ 15 മിനിറ്റ് ഒളിച്ചിരിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ മാറി ഇരുന്നിട്ട് ചെയ്യുക. വെറുതെ നമ്മൾ ആരുടെ അടുത്തൊന്നും ഒന്നും കേൾക്കേണ്ട കാര്യമില്ലല്ലോ. പിന്നെ നിങ്ങൾ കണ്ടിന്യൂസ് ചെയ്യുക. പിന്നെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അത് വലിയ കാര്യമാക്കാനായിട്ട് പോകണ്ട. നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ, നിങ്ങൾക്ക് പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് സെറ്റ് ആവുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ചെയ്തു നോക്കുക. നല്ല മാറ്റം ഉണ്ടാവും കേട്ടോ. നല്ല രീതിയിൽ സ്കിൻ ഗ്ലോ ആകും, ബ്രൈറ്റ് ആകും. എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അത് നമുക്ക് മാറ്റിയെടുക്കാനും പറ്റും. പിന്നെ നിങ്ങൾക്ക് ഡീപ്പായിട്ടുള്ള പിഗ്മെൻറ്റേഷൻ ഒക്കെയാണ്, വേറെ എന്തെങ്കിലും പ്രത്യേക കാരണങ്ങൾ കൊണ്ടാണെങ്കിൽ അത് നിങ്ങളൊരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യുക. അപ്പോൾ ഇത് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് കുറച്ച് കോൺഫിഡൻസ് തരാനും എനിക്ക് കഴിഞ്ഞു എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ഞാൻ അവസാനമായിട്ട് കുറച്ച് അലോവേര ജെല്ലോ അല്ലെങ്കിൽ മോയ്സ്ചറൈസറോ യൂസ് ആക്കും. ഞാനിപ്പോൾ അലോവേര ജെല്ലാണ് യൂസ് ചെയ്യുന്നത്. ഉപയോഗിച്ചിട്ടുള്ള എല്ലാ പ്രോഡക്റ്റിൻ്റെ ലിങ്കും ടാഗ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും. ചെക്ക് ചെയ്ത് നോക്കുക. വിലയും ഇൻഗ്രീഡിയൻസിൻ്റെ ലിസ്റ്റും എല്ലാം നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് അത് പറയാട്ടോ, അറിയിക്കുക. അപ്പോൾ ഗ്ലോയിങ് സ്കിൻ കിട്ടാനുള്ള അടുത്ത ഒരു ഹോം റെമഡി കൂടെ നിങ്ങളുടെ കയ്യിലുണ്ട്. ഇടയ്ക്ക് നിങ്ങൾക്ക് സമയമുള്ളപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.